നമ്മളൊന്ന് പോകും. അതുകൊണ്ട് തന്നെ വലിയ പാടിച്ച് നിങ്ങൾ എല്ലാവരും എണീറ്റ് പോയാൽ നടക്കൂല്ലേ. അപ്പോ രണ്ട് കസേര രണ്ടാളും വേണം നമ്മൾ എണീക്കാൻ. നിങ്ങളെ സംസാരിക്കില്ലേ ഇതിപ്പോ തുടക്കം തന്നെ നിന്ന് നിസ്കരിക്കുന്ന ആളാണ്. ഇവർക്ക് ഇരിക്കാൻ സുജൂദ് ചെയ്യാനും ഇരിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇയാൾക്ക് യോഗോയിലും സുജൂദിലും ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആള് നിൽക്കേണ്ടത് നൃത്തത്തിൽ എല്ലാവരും നിൽക്കുന്നു. ഇത് സാധാരണ നിസ്കരിക്കുന്ന ആൾ തന്നെ ഇയാളെ കൂടെ തന്നെയാണ് ഇങ്ങനെ നിസ്കരിക്കുന്ന ആളും നിസ്കരിക്കാൻ സ്വപ്പ് എടുക്കുന്നത്. ഇവര് മുമ്പൊക്കെ സ്വപ്പ് എടുക്കുന്നത് എന്താണെന്നറിയാം, ബാക്കിലുള്ള ആൾക്കാർ പിന്നെ ചീത്ത അറിഞ്ഞിട്ടാണ്. ഒരു പിന്നെ വന്നിട്ട് ഓരോ നിസ്കരിച്ച് കഴിഞ്ഞു പോകുമ്പോ അവിടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ബാക്കിൽ നിൽക്കാൻ പറ്റില്ല എന്നാണ്. നിൽക്കണ്ട, ബാക്കിൽ സ്റ്റൂൾ നിൽക്കാൻ വയ്ക്കൂല. അതന്നെ മത്സര. ബാക്കിൽ സ്റ്റൂൾ ഉണ്ടായതുകൊണ്ട് ബാക്കിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ഈ തൂണിവിടെ ഉണ്ടായതുകൊണ്ട് അവർക്ക് പൊളിച്ചാണില്ലല്ലോ. അപ്പൊ അതേപോലുള്ള മത്സരം തന്നെയാണ് ബാക്കിൽ നിൽക്കേണ്ട. ആ ഒരു ഗ്യാപ്പ് ഒഴിവുണ്ടാവും. ഇനി വേറൊരാള് അയാൾക്ക് തുടക്കം തന്നെ ഇരിക്കാനേ കഴിയുള്ളൂ, നിൽക്കാൻ കഴിയൂല. അയാൾ അയാൾ ഇരിക്കേണ്ടത് ഈ കസേരയിൽ തുടക്കം തന്നെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണ്. ഇവര് ഇങ്ങനെ സ്വഫില് തുടക്കം തന്നെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളെ സ്വഫ് തീരുമാനാകലെ അവരെ ചന്തിയും മറ്റൊരു കാലുമാണ്. അപ്പോ ഇവര് ബേക്കിലെ കസേരന്റെ കാലും ചന്തിക്കനുസരിച്ച് ബേക്കിലെ കസേരന്റെ കാലും നിന്ന് നിസ്കരിക്കുന്ന ആളെ മണപ്പ് നോക്കിയിട്ട് വേണം ചെയ്യാൻ ആ സ്വഫ് റെഡിയാക്കേണ്ടത്. അപ്പോ ഇതിൽ എല്ലാവരും ഒരേമാതിരി കസേരന്റെ പ്രശ്നമാണ്. ഇവര് നേരത്തെ നിസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളാണെന്ന് ഇരിക്കുമ്പോൾ ഇയാൾ നേരത്തെ ബാക്കിയുള്ളവരൊക്കെ നിന്ന് നിൽക്കാം. ഇയാൾ കഷ്ടപ്പെട്ട് കഴിയുന്ന വരെയും ജമാഅത്തിന് വേണ്ടി ഈ സാധുവിൽ ജമാഅത്തിന്റെ കൂടിയിട്ടില്ല. കാരണം ഇയാൾ സ്വപ്പ് ചെയ്യല്ല, സ്വപ്പിലൂടെ കൂടെ നിന്നിട്ടില്ല. കാരണം ഇയാൾ തുടക്കം തന്നെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ഇയാളെ നിസ്കാരത്തിന് ആ കൂലിന്റെ പ്രശ്നം വന്നിട്ടില്ല. അത് നമ്മളെപ്പോഴും മനസ്സിലായി. എല്ലാ വേളയിലും ഇങ്ങനെ തന്നെ മസാലകള്. ഈ വേറെ ഏതോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മസാല കിതാബുകളുടെ എങ്ങനെ. അപ്പൊ നമ്മൾ നിന്ന് നിസ്കരിക്കുന്ന ആള് ഈ നിസ്കരിക്കുന്ന ആളെ കൂടെ ഇരുന്ന് തുടക്കം മുതൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ സ്വത്ത് അവരൊക്കെ എങ്ങനെയാണ് കസേര ബാക്കിക്ക് തള്ളും. ബാക്കിയുള്ളവർ ഒരു വേലാറും വേണ്ട, അപ്പുറത്തും ഇപ്പുറത്തും നിന്നാൽ മതി. ആ ബാക്കി കഴിയുകൊണ്ട് അവരെ നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് ചെയ്യേണ്ട ഫിറ്റാകണ്ട. നിസ്കരിക്കാപ്പ അങ്ങനെ ബാക്കി ആളും കണ്ടെന്ന് വെച്ചാൽ അയാൾ ഫിറ്റാകേണ്ട. ഒരു ഏത് സ്വപ്പിൽ അരുവിൽ നിന്നാലും നടുവിൽ നിന്നാലും ഓരോ ബാക്കിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാറി കണ്ടുകൊണ്ട് നിൽക്കുക. ഈ തുടക്കം മുതൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആള് എന്ത് ചെയ്യണം? ഒരു തുടക്കം മുതലേ സ്വപ്പ് ഈ സ്വപ്പിൽ കിട്ടാൻ ഇങ്ങനെ ചന്തി സ്വപ്പിൽ വരിക്കായി ഇവര് സുജൂദ് ഒപ്പുവെക്കുന്നതിന്റെ കാര്യം ചെയ്യാം. ഇവരത്തയ്യാത്തും തന്നെ കാര്യം അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇവരെന്ത് ചെയ്യരുത്, ബാക്കി കണ്ടിട്ട് കയറിപ്പോയാല് ഇവരെ മൂടെ നീക്കാനും സ്വപ്പിന്റെ ബാക്കിലായി പോകും. അതുകൊണ്ട് ഇവർ ബാക്കിക്ക് ഇറങ്ങാൻ പാടില്ല. ഇവര് ബാക്കിക്ക് ഇറങ്ങാൻ പാടില്ല, ഇവരെ മുമ്പോട്ട് കയറാൻ പാടില്ല. ഇത് മനസ്സിലാകട്ടെ. ഇങ്ങനെയാണ് കസേര നിസ്കരിക്കുന്ന സ്ഥലം. ഇങ്ങനത്തെ തന്നെ സ്ഥലം മസാല എങ്ങനെ അല്ലേ നിശ്ചാരണം. അങ്ങനെ ഈ ബാക്കിലുള്ള ആൾക്കാരുടെ കസേര വെച്ചതിന്റെ പേരിൽ അവര് ഫിറ്റാക്കുകയോ ചീത്തവകയോ ചെയ്യരുത്. ചിലപ്പോ നമ്മൾ ബാക്കിക്ക് വേദനാണ് ബാക്കിക്ക് പോകാൻ. കസേര ബാക്കിക്കുക ബാക്കിലുള്ള ആളുകൾ ചീത്താക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് സത്യത്തിൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ. എല്ലാ പള്ളിയിലും മസാല ഇങ്ങനെ തന്നെയാണ്.